കണ്ടുകൊണ്ടിരിക്കുന്നത് ഒലീവ് ട്രീസ്. ശരി, കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഒലീവ്സ്? ട്രീസ് കണ്ടിട്ടില്ല. ഒലീവ്സ് നമ്മൾ കഴിക്കുന്നതാണല്ലോ സ്ഥിരം. ഒലീവ് ട്രീ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ? മറ്റേ ആരോഗ്യത്തിന് വളരെ നല്ലതും വളരെ കൊളസ്ട്രോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ഓയിലാണ്. ഈ ഒലീവിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻ ഉള്ളത് സ്പെയിനിലാണ്. സ്പാനിഷ് ഒലിവ് ഓയിൽ അത് വളരെ പ്രശസ്തമാണല്ലോ. പിന്നെ ഇവിടെ സൗദി അറേബ്യയിലും ഇവിടെ ഉണ്ട് ഒലീവ്സ്. എനിക്കൊന്ന് ഇവിടെ വളക്കൂറുള്ള, അതിന് പറ്റിയ വളക്കൂറുള്ള മണ്ണും അതുപോലെ തന്നെ വെതറും ഒക്കെ പറ്റിയ ഇടാണ് ഇത് ഒലീവ്സിന്. എനിക്കത് കൾട്ടിവേഷൻ കഴിഞ്ഞ് വിളവെടുപ്പ് കഴിഞ്ഞു. ഇതിപ്പോ നോക്കി നോക്കൂ, ചെറിയ കുഞ്ഞു കുഞ്ഞു ബഡ്സ് വീണ്ടും മുളച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തുമാത്രം വ്യത്യസ്തതകളും വെറൈറ്റി ആണെന്നുള്ളത് തിരിച്ചറിയുന്നപ്പോഴാണ്. നമ്മൾ ഓറഞ്ച് കണ്ടു, ബബിൾസ് കണ്ടു, പിന്നെ ഡേറ്റ്സ് ധാരാളം കണ്ടു, നമ്മൾ നെല്ലെന്ന് തെറ്റിദ്ധരിച്ച ഗോതമ്പിനെ കണ്ടു. എത്രയോ കിലോമീറ്ററുകൾ ഇങ്ങനെ മുന്നോട്ട് വന്നു. ഒരു 10-15 കിലോമീറ്ററെങ്കിലും വന്നിട്ടുണ്ടാവും. റോഡിൻ്റെ ഒരു സൈഡിൽ മുഴുവൻ ഒലീവ്സ് മാത്രം നിൽക്കുന്നു. ഒലീവ്സിൻ്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളട്ടെ, എനിക്കറിയത്തില്ല, കാരണം നമ്മുടെ നാട്ടിലുള്ളതല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന് വല്ല മറ്റേ തേങ്ങയെക്കുറിച്ചോ തെങ്ങിനെ കുറിച്ചോ പ്ലാവിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ തന്നെ പറയാൻ പറ്റുന്ന 500 വർഷം വരെയൊക്കെ ഒലീവ് ട്രീക്ക് ആയുസുണ്ട് അത്രേ. ക്ഷമി പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്. വൈറ്റമിൻ ഇ, ക്യാൻസറിനെ തടയാൻ, ഓസ്റ്റിയോപോറോസിസിനെ തടയാൻ ഒക്കെ ഒലീവ്സ് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഒലീവ്സ് ട്രീസ് കണ്ടപ്പം അതും നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നിയിട്ടുണ്ട്. ഈ നാട്ടുകാർ എല്ലാത്തിലും ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നെന്ന് പറയുന്നത്. നമ്മള് കുട്ടികളെ കുളിപ്പിക്കുന്നതൊക്കെ ഇല്ലേ ഒലീവ്, നമ്മുടെ കുട്ടികളെ കുളിപ്പിക്കാൻ ജനിച്ച ഉടനെ കുട്ടികളെ ഇവര് ഒലീവ് ഓയിലാണ് എല്ലാം. ഈ മെഡിറ്ററേനിയൻ ഫുഡ് ഐറ്റംസ് ഏതെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് എപ്പോഴും ഒലീവ്സ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ്സിൽ വരുന്ന സമയത്ത് ഇഫ്താർ തുറന്നല്ലോ ഫസ്റ്റ് ഡേ, ആ കിഡ്നി ബീൻസിന്റെ ഒരു കറി പോലെ ഉണ്ടാക്കിയിട്ട് പുള്ളി ഒരു ഹാഫ് ബോട്ടിലെങ്കിലും ഒലീവ്സ് അതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് അതാണ് കഴിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള ഏതാണ്ട് എല്ലാ ഭക്ഷണത്തിലും മെഡിറ്ററേനിയൻ ക്വിസീൻസ് നോക്കുകയാണെങ്കിൽ അതിൽ ഒലീവ് തന്നെ ഒരു പ്രധാന ഘടകം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്. ഇപ്പൊ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ക്ഷമി കണ്ടല്ലോ അല്ലേ, ഇതിലൊക്കെ എപ്പോഴും പുതിയ കുഞ്ഞു കുഞ്ഞു ഒലീവ്സ്. നാളെ ഇത് വലുതായി ഇവിടുത്തെ സ്പാനിഷ് ഒലീവും അതുപോലെ തന്നെ ജോർദാനിലും ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും ഒത്തിരി ഒലീവ്സ് ഫാംസ് കാണാറുണ്ട്. ഇവിടെ അങ്ങനെ കൂടുതലായിട്ടൊന്നും കാണാറില്ല. അറബിക്കിൽ സെയ്ത്തൂൻ എന്നാണ് പറയാറുള്ളത്. പൊതുവെ ഈ അറബിക്കിലെ പഴയ പുസ്തകങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിലൊക്കെ സെയ്ത്തൂന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്നും ഈ സെയ്ത്തൂൻ ഇവിടെ പ്രധാന ഭാഗങ്ങളെല്ലാം കൃഷി ചെയ്യുന്നു എന്നുള്ളത് കണ്ടപ്പോഴും ഒരു സന്തോഷമുണ്ട്. അപ്പം ഒരു ഡേറ്റ് പാം മാത്രമല്ല, സെയ്ത്തൂൻ ഇത്തരത്തിലുള്ള വലിയ പാടങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ഈ അറേബ്യൻ മണ്ണ്. ഇവിടെ ഈ കൃഷി രീതി കാണുമ്പോൾ എനിക്ക് കഴിഞ്ഞ് നമ്മളുടെ ട്രാവലിൻ്റെ സമയത്ത് ഓർമ്മ ഉണ്ടോ? നമ്മൾ ഇങ്ങോട്ട് സൗദിയിലേക്ക് ബസ്സിലാണല്ലോ വന്നിരുന്നത്. ആ സമയത്ത് ഒരാളൊക്കെ പരിചയപ്പെട്ടിരുന്നത് മിസ്റ്റർ സിദ്ദീഖ്. പുള്ളി സുഡാനിയ. കാരണം ഓരോ നാട്ടിലുള്ള ആളുകളുടെ അവസ്ഥ കാണുന്ന സമയത്ത് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് വീട്ടിൽ കുടുംബമൊക്കെ എങ്ങനെയുണ്ട്. അപ്പം നാട്ടിലെ അവസ്ഥ വീട്ടിൽ ഇത് രണ്ടും കൂടി നിങ്ങൾ മിക്സ് ചെയ്ത് ചോദിക്കരുത്. നാട്ടിലെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ സുഡാന്, നോർത്ത് സുഡാനും സൗത്ത് സുഡാനും അതിനുശേഷം സുഡാനിലെ ആളുകൾ വളരെ ബുദ്ധിമുട്ട്. എന്നും വോറാണ്. അവരിതെങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. പക്ഷെ ഇദ്ദേഹം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് അത്യാവശ്യം നല്ലൊരു തെറ്റില്ലാത്ത എഡ്യൂക്കേഷൻ കിട്ടി. അതുപോലെ തന്നെ ഈ ഏവിയേഷൻ രംഗത്ത് ഫ്ലൈറ്റ് മാനേജ്മെൻറ്റിൻ്റെയൊക്കെ കാര്യത്തിലൊക്കെ കുറച്ച് ഫ്ലൈറ്റ് അതിൻ്റെ മെയിൻ്റനൻസിൻ്റെയൊക്കെ കാര്യത്തിൽ ട്രെയിനിങ് കിട്ടിയോണ്ടെന്ന് വെച്ചാൽ ആ സർട്ടിഫിക്കറ്റിലെല്ലാം എടുത്ത് കാർത്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കുറച്ച് നേരം ജോലി ചെയ്ത് പിന്നെ നേരെ ദുബായിലേക്ക് വന്നു. ദുബായിൽ വന്നപ്പോഴും പുള്ളി ഉദ്ദേശിച്ച രൂപത്തിലൊരു ജോലിയൊന്നും ആയിരുന്നില്ല. അങ്ങനെ ജോലി എന്താ ഇനിയിപ്പോൾ ചെയ്യാമെന്ന് എഴുതിയിരിക്കുമ്പോഴാണ് പുള്ളി ഒരു യാദൃശ്ചികമായിട്ട് ഇതുപോലുള്ള വലിയ ഒരു ഈന്തപ്പനത്തോട്ടത്തിൻ്റെ ഉടമയെ കണ്ടെത്തിയത്. അപ്പോൾ ആ ഉടമ പുള്ളി ഹെക്ടേഴ്സ് ആണ്. ഇപ്പോൾ സൗദിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് പറയുന്നത് എത്ര ഏക്കേഴ്സ് ആണെങ്കിലും ഇങ്ങനെ നോക്കത്താ ദൂരമാണല്ലോ നമ്മൾ വരുന്നത് മുഴുവൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന ഒലീവ് ഓയിലിൻ്റെതും കണ്ടില്ലായിരുന്നോ? എത്ര ഏക്കേഴ്സ് ആണെന്നറിയാം. ഒരു 10 കിലോമീറ്ററെങ്കിലും നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒലീവ്സ് തന്നെ പൊയ്ക്കൊണ്ടിരിക്കരുത്. എന്നപോലെ ഇത്രയും ഏക്കർ തോട്ടമുണ്ട്. പക്ഷേ അയാൾ സ്വയം പരിചയപ്പെടുത്തിയത് ഐ എം എ ഫാർമർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പോൾ പുള്ളി പറഞ്ഞു ഐ ക്യാൻ ഹെൽപ്പ് യു എന്ന് വെച്ചു. എങ്ങനെയെന്ന് വെച്ചു, എൻ്റെ കയ്യിലുള്ള ടെക്നോളജി, നിങ്ങളുടെ മണ്ണ്, നമുക്കിത് രണ്ടും ചേർത്ത് വെച്ചാലോ എന്ന് വെച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല, ഞാൻ പഠിച്ചത് ഫ്ലൈറ്റ് മാനേജ്മെൻറ്റും ഫ്ലൈറ്റ് മെയിൻ്റനൻസും ഒക്കെയാണ്, മാനേജ്മെൻ്റ് അല്ല മെയിൻ്റനൻസ് ആണ്. അപ്പോൾ ആ ടെക്നോളജിയിൽ ഞാൻ ഡ്രോൺ ഞാനൊന്ന് കൂടി സ്പെഷ്യലൈസ് ചെയ്യുന്നു. ആ ഡ്രോൺ ടെക്നോളജി എടുത്ത് വന്നിട്ട് നിങ്ങളുടെ പറമ്പിലുള്ള ഈ ഈന്തപ്പനകൾക്കാണെങ്കിലും ബാക്കി ഒലീവ്സ് ട്രീസിനാണെങ്കിലും, പിന്നെ നമ്മൾ ഓറഞ്ച് തോട്ടം കണ്ടിരുന്നല്ലോ, ബാക്കി പൊട്ടറ്റോസും, പിന്നെ വരുന്ന വഴി പച്ചമുളകിൻ്റെ കണ്ടിരുന്നു കുഞ്ഞു കുഞ്ഞു ആക്കി വെച്ചിരുന്നത്, പിന്നെ ചെടി നനക്കുന്ന ആ വിഷ്വൽസ്, അതെന്തൊരു ഭംഗിയാണ്.
അതായത് ഒരു ഏക്കർ കണക്കിന് പാടം, 2 വലിയ ടയറ്, ആ ടയറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വലിയ പൈപ്പ്, ആ പൈപ്പിൽ നിറയെ ഇങ്ങനെ ജലധാര പോലെ വെച്ചിട്ട് അവർ പറഞ്ഞ ട്രക്കിൻ്റെ മോട്ടറാണ് അത്രേ അതിന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു സ്പീഡ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. ആ സ്പീഡിൽ ആ ടയർ മെല്ലെ മെല്ലെ ഇങ്ങനെ ഉരുളുമ്പം വാട്ടർ ഇങ്ങനെ കറക്റ്റ് സ്പ്രെഡ് ആയിക്കൊണ്ട് ചീര. ആനുവലി ഡേറ്റ്സ് ഫെസ്റ്റിവൽ നടക്കും ആ സമയത്ത്. കാരണം ഏറ്റവും നല്ല ക്വാളിറ്റി ഡേറ്റ്സ് കിട്ടുന്ന ഇവിടെയാണെന്ന് പറയുന്നത്. ആ സമയത്ത് ഈ GCC കൺട്രീസിലും അതുപോലെ ഈ നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഈ ഉൽപാദകരും അതുപോലെ ഉപഭോക്താക്കളും കൂടി ചേരുന്ന ഈ ഒരു ഫെസ്റ്റിവലിന്. കാരണം ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഡേറ്റ്സ് സ്വന്തമാക്കാൻ. അപ്പോൾ അത് ഈ ഡേറ്റ്സ് സ്വന്തമാക്കണമെങ്കിൽ കൃഷിയാണല്ലോ, ആ കൃഷിയിലേക്കാണ് വന്നത്. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ പുള്ളി ഈ ഡ്രോൺ ടെക്നോളജി ഈ കർഷകനോട് പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് ഇപ്പോൾ റിയാദിൽ ആ ഏരിയകളിലൊക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് ഇപ്പോൾ പുള്ളി പറയായിരുന്നു. ഇനി നമ്മളിപ്പോൾ ദുബായിൽ ഗോൾഡൻ വിസ കിട്ടും, നമുക്ക് ഗോൾഡൻ വിസ കിട്ടിയിട്ടുണ്ടല്ലോ. ആ ഗോൾഡൻ വിസ കിട്ടണമെങ്കിൽ കുറേ ക്രൈറ്റീരിയൻസ് ഉണ്ട്. അതിൽ ഇവിടെ സൗദിയിലും അതുപോലെ ഈ പെർമനൻ്റ് ആയിട്ടുള്ള വിസ കിട്ടാനുള്ള ഒരു ക്രൈറ്റീരിയൻ ഉണ്ട്. ആ ക്രൈറ്റീരിയൻ പുള്ളി പറഞ്ഞു, ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 8 ലക്ഷം ദിർഹം മറ്റോ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് എനിക്കൊരു പെർമനൻറ്റ് വിസ പോലുള്ള സംവിധാനത്തിലേക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ഒന്നുമില്ലാത്ത നാട്ടിൽ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്ന ഒരാൾക്ക് അയാളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ, ഈ നാട്ടിൽ കൃഷിയുണ്ട്, എൻ്റെ കയ്യിലുള്ളത് ഫ്ലൈറ്റേ ഉള്ളൂ, ഫ്ലൈറ്റ് ടെക്നോളജി ഉള്ളൂ, അതെങ്ങനെ ഞാനിവിടെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. അതിൽ 2 കാര്യമുണ്ട്. എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളൊരു ഇന്നോവേറ്റീവ് തോട്ടിലൂടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നുള്ളത്. 2, ഇങ്ങനെ മണ്ണിലേക്ക് മടങ്ങുകയാണെങ്കിൽ മനുഷ്യന് വീണ്ടും പുതിയൊരു ജീവിതം, പുതിയൊരു സ്വപ്നം. അപ്പോൾ ഇന്ന് എൻ്റെ സുഡാനിലെ എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ ഞാനിങ്ങ് കൊണ്ടുവന്നു. പക്ഷേ അപ്പോഴെനിക്ക് മിസ് ചെയ്യണത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് മാത്രമേ പറ്റിയിട്ടുള്ളൂ. എൻ്റെ നാട്, ആ തൊട്ടപ്പെടുത്തുള്ള പെട്ടിക്കട അല്ലെങ്കിൽ ചായക്കട, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ഇമോഷൻസ് ഞാൻ അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. ആ പുള്ളി അതൊക്കെ പറയുന്ന സമയത്ത് വല്ലാതെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ ചില ആളുകൾ, ചില വ്യക്തികൾ അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ പോലെ മിസ്റ്റർ സിദ്ദീഖിനെയൊക്കെ പോലെ എത്ര പേരാണ് ഞാനിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഈന്തപ്പന തോട്ടത്തിലായതുകൊണ്ട് ഇവിടെ ധാരാളം ഈച്ചയുണ്ട്. അതിന് നടുവിൽ ഒരു ചെറിയൊരു കൃഷി വേറെ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ നമ്മൾ നെല്ല് കണ്ടിട്ട് ഞാൻ ഗോതമ്പാണെന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഈ ഗോതമ്പ് അധികം കണ്ട് ശീലിച്ചൊന്നുമല്ല. ഞാനൊരു സ്റ്റോറി ഇട്ടു, ഇത് പാലക്കാടല്ല, ഇത് നിറഞ്ഞു നിൽക്കുന്ന നെൽവയലുകൾ, ഇതെവിടെയാണെന്ന് പറയുന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് സൗദി അറേബ്യയാണ്, അത് നെൽവയലല്ല, അത് ഗോതമ്പ് വയലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരേപോലെ തന്നെ കേട്ടോ. ഒരുപക്ഷെ കുറച്ചും കൂടി വളഞ്ഞു കഴിഞ്ഞാൽ അറിയായിരിക്കും. അങ്ങനെ ഗോതമ്പ് വയലാണെങ്കിലും പിന്നെ പച്ചമുളകിൻ്റെത്, ചീരയുടേത്, പൊട്ടറ്റോയുടേത്, ഓറഞ്ചിൻ്റെത്, അത് ടൊമാറ്റോ, പിന്നെ മുന്തിരിത്തോട്ടങ്ങള്, പിന്നെ ചെറുനാരങ്ങയുടേത് വന്നു. ഇങ്ങനെ ഒത്തിരി വലിയ ലാർജ് സ്കെയിലുള്ള ഫാമിംഗ് കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് സിട്രസ് ഫ്രൂട്ട്സുകൾ വളരാനുള്ള ഏറ്റവും നല്ല ഫെർട്ടൈൽ സോയിൽ ഇവിടെയാണെന്നുള്ളത്. അതിനുള്ള ആ ഒരു ക്ലൈമറ്റും, അത് ഓറഞ്ച് ആണെങ്കിലും പൊംഗ്രാനൈറ്റ്സ് ആണെങ്കിലും ലെമൺ ആണെങ്കിലും ഒക്കെ. ഇതെന്താ അറിയുന്നത്, പിന്നെയും കൃഷിയെക്കുറിച്ച് പറയുന്നത് നമ്മളെ മനസ്സിലുള്ള കോൺസെപ്റ്റ് എന്താ? അറേബ്യ, അവിടെ പെട്രോള്, അവിടെ മണലാരണ്യങ്ങൾ, ആ മണൽക്കാട്ടിൽ കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യർ. അങ്ങനെ മണലാരണ്യങ്ങളില്ല എന്നല്ല, മണലാരണ്യമുണ്ട്, ദുബായിലും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ദുബായിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മണൽ കാണാറില്ല. എത്രയോ ഓഫ് റോഡിൽ മറ്റേ 4-wheel ഡ്രൈവ് എടുത്ത് പോയാലേ ഇപ്പോൾ മണൽ കാണുള്ളൂ. കാരണം സിറ്റി മുഴുവൻ പച്ചപ്പായി കഴിഞ്ഞു. അതുപോലെ ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അറബ് നാടുകളിലും മിക്ക സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ പച്ചപ്പ് മാത്രമേ കാണാനുള്ളൂ, മണൽ കാണാനില്ല. ഇനി മണൽ കാണുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ വീടുകളുടെ എല്ലാം തറപ്പ ടൈൽസാണ്, ഒരു തുള്ളി വെള്ളം താഴേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ഏതാണ്ട് എല്ലാ രീതിയിലുള്ള കാടുകളും പച്ചപ്പും നമ്മൾ വെട്ടിമാറ്റുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് ആ നാട് ഒരു മണൽക്കാടായി മാറും. ഈ നാട് ഒരു കേരളം പോലെ, ഇവർ പറയും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ആ മണൽക്കാട്ടിൽ നിന്ന് ഒരുപക്ഷെ ആളുകൾ ഇനി പച്ചപ്പ് കാണാൻ വേണ്ടിയിട്ട് ദുബായിലേക്കോ അല്ലെങ്കിൽ സൗദിയിലേക്കോ വരുന്നൊരു സാഹചര്യം. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ കണ്ടെടുത്തോളം ഒത്തിരി നല്ല കൃഷി രീതികൾ, പുതിയ ടെക്നോളജി, പിന്നെ കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യർ. എനിക്കൊന്ന് കഠിനാധ്വാനം ചെയ്യുന്ന മലയാളികളെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഇവിടെ ഈ ഗൾഫ് നാടുകൾ വന്നപ്പോഴാണ്. ഞാൻ അധികം നാട് കണ്ട ഒരാളല്ല, എന്നാൽ പോലും കണ്ടതിന് വെച്ചുകൊണ്ട് പറയുകയാണ്. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചിട്ടില്ല ഷമി, ജോലി എടുക്കുന്നതിന് മടിയില്ലല്ലോ, എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണല്ലോ. നാട്ടിലെത്തുമ്പോഴാണ് നമുക്ക് എന്തോ ഒരു ദുരഭിമാനമോ മിഥ്യാഭിമാനമൊക്കെ വരുന്നത്. അത് മാറ്റി നമ്മളുടെ നാടിനെയും, കാരണം വെച്ചാൽ എല്ലാം കൊണ്ടും വളക്കൂറുള്ള മണ്ണ്, എല്ലായ്പ്പോഴും കിട്ടുന്ന വെള്ളം, അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് നമുക്ക് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള കൃഷിരീതികൾ, അതെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ നെൽപ്പാടത്തൊക്കെ നമ്മൾ മലയാളികളായിക്കൊണ്ട് നിന്നുകൊണ്ട് മനുഷ്യർ അന്ന് ആ നെല്ല് മെതിച്ചിരുന്നതും അതുപോലെ ഞാറ് നട്ടിരുന്നതും ആ പാട്ട് പാടിയിരുന്നൊരു കാലല്ലേ.
അതിൽ മലയാളികളൊന്നും ഇപ്പം നമുക്ക് കാണാറില്ല. ബംഗാളികൾ കുറച്ച് അവരുടെ ഭാഷയിൽ കുറച്ച് ഏതെങ്കിലുമൊക്കെ ഞാറ് കിടന്ന പാട്ട് പാടുന്നതാണ് ഇപ്പം കൂടുതൽ കാണാറുള്ളത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മളായിട്ട്, ഞാൻ പറഞ്ഞ എല്ലാവരും കൃഷിയിലേക്ക് പോകണമെന്നല്ല, പക്ഷേ കോടീശ്വരനായിട്ടുള്ള ഒരു മനുഷ്യനും ഫ്ലൈറ്റ് ടെക്നോളജി പഠിച്ച ഒരു മനുഷ്യനും കൃഷിയിലേക്ക് മടങ്ങാന്നുണ്ടെങ്കിൽ നമുക്കും മടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സൗന്ദര്യവും അതുപോലെ തന്നെ ആ സൗരഭ്യമൊക്കെ ആസ്വദിക്കാനും നമ്മളെ കൊണ്ട് പറ്റും. ഷമി, ഞാൻ കുറേ കാലമായിട്ട് ഇവിടെ വന്നിട്ട് നിനക്കൊന്നും തന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. നിനക്ക് എന്തെങ്കിലും കാര്യമായിട്ടൊന്ന് തരണമല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ചിന്ത. വായിൽ വെള്ളം ഊറുണ്ടെന്നുള്ളത് അറിയാം. ഈ കൃഷിത്തോട്ടത്തിൽ നിന്ന് നേരിട്ട് ഇത് ഞാനല്ല ആലോചിക്കണ ഷമി. ഞങ്ങൾ ഈ ഓറഞ്ചിൻ്റെ വരുമ്പോൾ ആദ്യത്തെ ഓർമ്മ എന്താണെന്നറിയാം? നമ്മൾ ഓറഞ്ചിൻ്റെ ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എതിർത്തിട്ട് കണ്ണിലേക്ക് ഒരൊറ്റ അടിയം കടിക്കും. ഭാഗ്യം ഷമി കണ്ണടച്ചുണ്ട്. പിന്നെ അല്ല, ഇത് ഇങ്ങനെ, അതായത് കണ്ടല്ലേ ഇവിടെ, ഞങ്ങൾ പറിക്കുന്നില്ല കാരണം പറഞ്ഞു കൊണ്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ മൊത്തം കൊതിപ്പിച്ച് ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഷെമിൻ്റെ വായിലും വെള്ളം ഊറുന്നു. ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമ്രാൻഖാൻ്റെ കൈ വിറക്കുന്നു. ഇമ്രാൻ്റെ പിറകിലിരുന്ന് ഇമ്രാൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ വണ്ടികളുടെ സാരഥിയായിട്ടുള്ള റഫീഖ് ഭായിയുടെ വായിലും, റഫീഖ് ഭായിയുടെ പിറകിൽ റഫീഖ് ഭായിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുള്ള ഇവയുടെ വായിലും വരെ വെള്ളം ഊറുന്നുണ്ടെങ്കിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? താങ്ങാൻ പറ്റാതെ ഷെമി ഇപ്പോൾ ഇതേ ഇവിടെ നിന്ന് അങ്ങ് പോയിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്വിറ്റ്സർലാൻഡോ ഊട്ടിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളോ ഒന്നുമല്ല. ഇതാണ് സൗദി അറേബ്യ. നമ്മൾ അറിയേണ്ട, നമ്മൾ കാണേണ്ട സൗദി. പെട്രോളിൻ്റെയും മക്കയുടെയും മദീനയുടെയും മണലാരണ്യത്തിൻ്റെയും മാത്രം നാടല്ല സൗദി എന്ന് ഓരോ ദിവസവും ഞങ്ങൾ കണ്ട് അത്ഭുതപ്പെടുന്നു. ആ അത്ഭുതപ്പെടുന്നത് തന്നെ ഒരൊറ്റ നോട്ടത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഷമി പറഞ്ഞിട്ടുള്ളത്. കുറച്ച് വെയിൽ കൂടുതലുകൊണ്ട് നിങ്ങൾ കാണുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതായത് ജാസ്മിൻ്റെ അതേ കാണാൻ അതുപോലെ ഉണ്ട്, സ്മെല്ലും ജാസ്മിൻ തന്നെയാണ്. അതെ 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 അതെ, തെറ്റിദ്ധരിച്ചു. ഓറഞ്ച് കാണാതെ ഇത് കണ്ട സമയത്ത് ജാസ്മിനാണ്. മുല്ലപ്പൂവിന്റെ ഇവിടേക്ക് ഉണ്ട്. ഈ മുല്ലപ്പൂവിന്റെ അതേ പരിമളം, അതേ നിറം, പക്ഷേ അത് ഓറഞ്ചാണ് എന്നുള്ള ഒരു കണ്ടുപിടുത്തവും കൂടി ഷമി ഇന്ന് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മാന്യ മഹാജനങ്ങളെ നിങ്ങൾ അറിയിക്കുകയാണ്.